തളിപ്പറമ്പും പയ്യന്നൂരും ജി സുധാകരനും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദന് ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കടുത്ത എതിർപ്പ്. പയ്യന്നൂരിൽ CPM വിമതർ മത്സരിക്കാൻ ഒരുങ്ങുന്നു. പാർട്ടി സെക്രട്ടറി പരിഹസിച്ചതിന്റെ പേരിൽ CPMൽ തുടരാനില്ലെന്ന് വ്യക്തമാക്കി ജി സുധാകരൻ. അണികളെയും മുൻ നേതാക്കളെയും ഒപ്പം നിർത്തുന്നതിൽ MV ഗോവിന്ദൻ തികഞ്ഞ പരാജയമോ? കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ വികാരം ശക്തമാകുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും പരസ്പര ബഹുമാനം നൽകാത്ത ശൈലിയുടെ പേരിലാണ് പാർട്ടി സെക്രട്ടറി വിമർശിക്കപ്പെടുന്നത്. മുൻ മന്ത്രി ജി സുധാകരൻ ഇനി CPM അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന തീരുമാനം ഫേസ്ബുക്കിലൂടെ അറിയിച്ചപ്പോൾ അതിൽ പ്രധാന കഥാപാത്രം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ താൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പദപ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നാണ് ജി സുധാകരൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. തന്നെ അവഹേളിക്കുന്ന വിധം സംസാരിച്ച MV ഗോവിന്ദനെ തിരുത്താൻ ആരും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോയും ജി സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ പാർട്ടി അണികൾക്കിടയിലും പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വോട്ട് ബാങ്കുകളിലും ഇപ്പോഴും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ജി സുധാകരനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ CPM രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും MV ഗോവിന്ദന്റെ നീക്കങ്ങൾ ചർച്ചയാവുകയാണ്. MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിക്കാനുള്ള നീക്കം വിവാദമായിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ നീക്കത്തിനെതിരെ വലിയ എതിർപ്പ് രൂപപ്പെട്ടു. 6 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായാണ് വിവരം. ആന്തൂർ നഗരസഭ മുൻ അധ്യക്ഷയായ PK ശ്യാമളയ്ക്ക് പകരം മുൻ മന്ത്രി കൂടിയായ KK ശൈലജയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണം എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നത്. കഴിഞ്ഞ തവണ പാർട്ടിക്ക് തളിപ്പറമ്പിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നും പേരാവൂരിൽ പരീക്ഷണം വേണ്ടെന്നുമാണ് ആവശ്യം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നിലവിലെ തളിപ്പറമ്പ് MLA. പാർട്ടി സെക്രട്ടറി ആയതിനാൽ ഇത്തവണ MV ഗോവിന്ദൻ മത്സരരംഗത്തില്ല. അതേസമയം എതിർപ്പുകൾക്കിടയിലും തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിൽ മത്സരിപ്പിക്കാനും തീരുമാനമായി. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം CPIM പ്രവർത്തകർ സമൂഹമാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലും വിമർശനം ഉയർന്നത്. വ്യക്തിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയാണ് പ്രധാനമെന്നും നേതൃത്വം മാറി ചിന്തിക്കണമെന്നുമായിരുന്നു സമൂഹമാധ്യമത്തിലൂടെയുള്ള പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാൻ അധിക സമയം വേണ്ടിവരില്ല. മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം പുനർവിചിന്തനം അർഹിക്കുന്നു. ജനകീയനായ ഒരാളെ നിശ്ചയിക്കണം. വികാരം കൊണ്ടല്ല, വിവേകം കൊണ്ടാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ മനസ്സറിയാൻ പറ്റാത്ത നേതൃത്വമാണ് ഉള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്നവരെ പൊട്ടന്മാരാക്കരുത് എന്നും പ്രവർത്തകർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പുകളിൽ ആരോപിച്ചിരുന്നു. പയ്യന്നൂരിലും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണ വിധേയനായ TI മധുസൂദനനെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചതോടെ പയ്യന്നൂരിൽ CPM വിമതർ മത്സരത്തിനൊരുങ്ങുകയാണ്. V കുഞ്ഞികൃഷ്ണനോ പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ C വൈശാഖോ സ്ഥാനാർത്ഥിയാകും. CPMന്റെ ഉറച്ച കോട്ടകളിലൊന്നായ പയ്യന്നൂരിൽ ഇത്തവണ TI മധുസൂദനന് കനത്ത വെല്ലുവിളി ഉയർത്താൻ വിമത സ്ഥാനാർത്ഥിക്ക് സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. പയ്യന്നൂർ വിഷയത്തിലും പാർട്ടി സെക്രട്ടറിക്ക് ഫലപ്രദമായി ഇടപെടൽ നടത്താനോ എതിർ സ്വരമുള്ള അണികളെ ഒപ്പം നിർത്താനോ കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം.